ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഊട്ടിയിൽ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായിട്ട് കാണാം. ഓക്കെ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് നല്ല ഏർലി മോർണിംഗിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ചുരം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വഴിക്കടവ് കഴിഞ്ഞിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡ് തന്നെ അവിടെ നമുക്ക് കിട്ടി. പിന്നെ ഈ ട്രിപ്പ് നമ്മൾ പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഡിസിഷനായിരുന്നു. ഫ്രീ ആയിട്ട് ടൈം കിട്ടിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ രാത്രി തീരുമാനിച്ചു രാവിലെ പോന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം ഊട്ടിയിൽ മൊത്തത്തിൽ കറങ്ങിയിട്ടുണ്ടായിരുന്നു. പോയ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് റോസ് ഗാർഡൻ, പിന്നെ ബോട്ട് ഹൗസ്, ബൊട്ടാണിക്കൽ ഗാർഡൻ, അതുപോലെ വ്യൂ പോയിൻ്റ്, പിന്നെ നമ്മൾ ഊട്ടിയിൽ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഹങ്കർ ഫോർഡ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. സ്ഥലം ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല ഒരു ക്രൗഡൊക്കെ പ്രതീക്ഷിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൽഹംദുലില്ലാ അങ്ങനെ ബ്ലോക്കിലോ അങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ല. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമുക്ക് നന്നായിട്ട് യാത്ര ചെയ്ത് പോരാൻ പറ്റി. ബ്ലോക്കിലൊന്നും കുടുങ്ങാണ്ട് തന്നെ പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹങ്കർ ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലം നല്ലൊരു ചോയ്സ് തന്നെയാണ് കേട്ടോ. ഇനി ഊട്ടിയിൽ പോയിട്ട് അവിടെ ആരെങ്കിലും പോവാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഊട്ടിയിൽ പോകുന്ന സമയത്ത് അവിടെ പോവാം. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടാൽ മതി. ഹങ്കർ ഫോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഊട്ടിയിൽ നിന്ന് കുറച്ച് ഒരു ഉള്ളോട്ടുള്ള റോഡിൽ പോയിട്ടാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് പിന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അത് ഗവൺമെൻറ്റിൻ്റെ പ്ലേസ് അല്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പക്ഷേ അങ്ങോട്ട് എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രാവിലെ തൊട്ടൊരു ഉച്ച വരെ അത്യാവശ്യം കുറച്ച് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ വെയിൽ പോലെയല്ല, ഒരു കുത്തുന്ന വെയിലായിരുന്നു കേട്ടോ. പക്ഷേ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ തണുപ്പൊക്കെ വന്ന് നമ്മൾ പോരാനായപ്പോഴേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര തണുപ്പും കോടയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും കേട്ടോ. പിന്നെ യാത്രയിൽ വലിയ എവിടെയും നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോരാൻ പറ്റി. പിന്നെ നമ്മുടെ ഈ ട്രിപ്പിൽ ഉപ്പ, അതുപോലെ ബ്രദറിൻ്റെ വൈഫ്, പിന്നെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഇവരൊന്നുമില്ല. അപ്പോൾ ഫാമിലി ഇൻകംപ്ലീറ്റ് ആണ്. ഉള്ള കുറച്ച് പേര് കൂടെ എല്ലാവരും കൂടെ പോയതാണ്. പിന്നെ ഊട്ടിയിൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളും നമ്മൾ അന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ റൈഡിങ്ങിലും അതുപോലെ ഹോഴ്സ് റൈഡിങ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പായിരുന്നു. പിന്നെ ജൈവ ട്രിപ്പിൽ ഫുൾ ഓണായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുണ്ടെന്ന് എഴുതിയിട്ട് നമുക്ക് യാത്രയിൽ അങ്ങനെ പൊതുവേ പ്രശ്നങ്ങളൊന്നും വരാറില്ല. അത് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ അവിടുത്തെ ബോട്ടിങ്ങും നല്ലൊരു ചോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് ഊട്ടിയിൽ പോകുന്നത് ആ ഒരു ക്ലൈമറ്റും ആ ഒരു വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ നല്ല രസമാണ് ഊട്ടിയിൽ. പിന്നെ ഊട്ടി ടൗണിൽ തന്നെ കിട്ടുന്നൊരു ആമ്പൂർ ബിരിയാണി ഉണ്ട്. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണീൻ്റെ പോലെയല്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹങ്കർ ഫോർഡ്. നമ്മൾ പോയതിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഇത്. നല്ലൊരു ഫോറസ്റ്റിനുള്ളിലൂടെ പോയിട്ട് നല്ലൊരു ചായത്തോട്ടം അങ്ങനെയായിരുന്നു വന്നത്.
അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഒരു മലങ്കുരങ്ങിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ അധികം വീതി ഇല്ലാത്തൊരു ചെറിയ റോഡാണ്. നല്ല ഹോണൊക്കെ അടിച്ചിട്ട് പോകണം, കാരണം വളമൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് വണ്ടിയൊക്കെ വന്നാൽ നമ്മൾ പെട്ടെന്ന് അറിയില്ല. പക്ഷേ സ്ഥലം ഉള്ളിൽ അവിടെ എത്തിപ്പെട്ട അടിപൊളി സ്ഥലമാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അധികമൊന്നും ആളുകൾ അവിടെ ഇല്ല. കുറച്ച് നമ്മൾ പോയ സമയത്ത് 2-3 വണ്ടികൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് അധികം ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി. അവിടെ അത്രയും അടിപൊളിയെന്ന് പറയാൻ കാരണം മെയിനായിട്ട് അവിടുത്തെ ആ ഒരു വ്യൂ തന്നെയാണ്. കാരണം ഒരു ചായത്തോട്ടം, നമ്മളൊരു നല്ലൊരു വലിയൊരു കാടൊക്കെ കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഒരു ചായത്തോട്ടം, പിന്നെ ഒരു നല്ല ഭംഗിയുള്ളൊരു പാലം. ആ പാലമൊക്കെ കാണാൻ തന്നെ വേറൊരു പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ളൊരു മരമൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഒരു വ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഷൂട്ടിംഗ് പോയിൻ്റ്, അതുപോലെ വ്യൂ പോയിൻ്റ് അവിടെയൊക്കെ പോയി. അവിടെയൊക്കെ പിന്നെ നമ്മൾ ആദ്യമേ പോകുന്നത് തന്നെയായിരുന്നു. പിന്നെ ഒരു ഹെൽത്ത് വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത്രയേ ഉള്ളൂ നമ്മളുടെ ഊട്ടി ട്രിപ്പ്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നാട്ടിലോട്ട് മടങ്ങി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.